ഹേയ് ഗായ്സ്, അങ്ങനെ താണ്ട് ഇന്നലെ നമ്മുടെ ക്ലോൺ ആയിട്ടുള്ള ഫൈറ്റ് അങ്ങനെ തീർന്നതാണ്ട്. ഇപ്പോൾ നമ്മൾ അനിയൻ ബ്രോനെ പിക്ക് ചെയ്ത് നമ്മൾ വന്നപ്പോഴാണ് ഉച്ചക്കൽക്കിനുള്ള ഫുഡൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്യാഷ് എടുക്കാൻ വേണ്ടി ഞാനിന്ന് എൻ്റെ ബാങ്കിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബാങ്ക് ഇവിടെ ക്ലോസ് അല്ല, ക്ലോസ് ആണോ ഗൈസ്? അല്ല, ക്ലോസ് അല്ല. 3 ലിഫ്റ്റ് ഓപ്പൺ ആണ് ഗൈസ്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇത് ഓപ്പൺ ആവാനേ. രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് ലാഗ് ഉണ്ട് ഈ ലിഫ്റ്റിന്. അയ്യോ, എന്ത് സംഭവം സാറേ? എന്റെ മോനെ, നീ കറക്റ്റ് ടൈമിനാണ് വന്നത്. ആ കള്ളൻ എന്റെ പേഴ്സ് അടിച്ചു മാറ്റിപ്പോയി. അതുകൊണ്ട് അവന്റെ പിന്നാലെ ഞാൻ ഓടിയത്. എന്തായാലും സാറേ, ഞാൻ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് ഞാൻ പോലീസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് നീ ആയിരുന്നില്ലേ? എങ്കിൽ ഞാൻ നിന്നെ ഇന്ന് തന്നെ പോലീസ് ഡ്യൂട്ടിക്ക് കയറ്റാൻ നോക്കാം. അതെ മോനെ, നീ എങ്ങനെയാണ് ഇത്രയും ജിമ്മനായത്? സാറേ, അത് എൻ്റെ വീടിൻ്റെ മുകളിലൊരു സ്പെഷ്യൽ ഏരിയ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഇവന്റെ വർക്കൗട്ടിങ് ഏരിയ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതാണല്ലേ. അപ്പോൾ ഗായ്സ്, ഇതാണ്ട് നമുക്ക് ഇന്ന് തന്നെ യൂണിഫോമും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെയാണ് ട്രെയിനിങ്ങും. അപ്പോൾ ട്രെയിനിങ് നമ്മൾ ആർമി ട്രെയിനിങ് നടന്ന ആ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പോകുന്നതാണ്. അപ്പോൾ അത് എനിക്ക് ശരിയല്ല ഗൈസ്. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ ഇനി ഇവിടെ ചേരാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമുക്ക് പേപ്പറും കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ട് നമുക്ക് ട്രെയിനിങ്ങിന് കയറാണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇത് ആർമിനേക്കാളും ടഫ് കുറവല്ലെങ്കിൽ കൂടുതലായിരിക്കും, കുറയാനാണ് സാധ്യത കേട്ടോ. ഈ സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, സല്യൂട്ട് അടിക്കാം ഗൈസ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ അവിടെ പുറത്ത് കിടക്കുന്നൊരു പെയിൻ്റൊക്കെ കളഞ്ഞൊരു വണ്ടി, അത് നമ്മൾ പോയിട്ട് സർവീസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് പെയിൻറ്റിങ് പണിയാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ എന്തായാലും ലൈക്ക് അടിച്ചിട്ടില്ലേ? ഉറപ്പായിട്ടും ലൈക്ക് അടിക്കാൻ. നമുക്ക് ടാർഗറ്റ് 100 ആണ്. അപ്പോൾ 100 നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 100 കെ ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ 100 കെയും അതിക്കും മേലെ നമുക്ക് പോകാൻ കഴിയും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ ഒരു ഹമ്മർ ഒരു പോലീസ് ഹമ്മർ ആക്കാനാണ് ഇപ്പോൾ നമ്മളോട് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ സൈറ്റിൽ തന്നെ അതിനെ പറ്റിയ ഷോപ്പ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും എന്നോട് പറഞ്ഞത് ആണ്. ഓക്കെ, അതെന്തായാലും ആയിക്കോട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അകത്താണ് വാഷിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അവിടെ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് നാളെ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമായിട്ട് കിട്ടും, നമുക്ക് നോക്കാം ഗൈസ്. ഇവിടേക്ക് അങ്ങനെ ആരും പോയി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു ഹിഡൻ സ്പേസ് ഒന്നുമല്ലത്, ഇതാണ് നമ്മുടെ കാർ വാഷിങ്. അപ്പോൾ ഇതിനകത്ത് വാഷിങ് കഴിഞ്ഞിട്ട് ഇത് പെയിൻറ്റിങ് നടന്നോളും. അപ്പോൾ ഗൈസ് വൈകുന്നേരമാണ് കിട്ടുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കള്ളൻ ഈ ഒരു സിറ്റിയിൽ വീണ്ടും ഇറങ്ങി എന്നുള്ള സിഗ്നല്. പക്ഷെ കള്ളനെ ആരോ കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ആരാന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ ആർമി ഓഫീസിൽ ഞാൻ കയറിയപ്പോൾ കണ്ട ആ കള്ളനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഡയറക്റ്റ് പോയാൽ അവനിക്ക് എന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രോണിനെ ഞാൻ വിട്ടയക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ലാപ്ടോപ്പിൽ കാണാൻ കഴിയും. നമുക്ക് ഈ ഡ്രോണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ കള്ളൻ്റെ ഫേസ് നമുക്ക് ഇതിൽ ഡിറ്റക്റ്റഡ് ആണ്. അപ്പോൾ ഗൈസ് നമ്മുടെ GPS ട്രാക്കർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കള്ളനെ കണ്ടത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി ഡ്രോണ് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കള്ളൻ ദാണ്ട് ഇവിടെ എന്തോ ടാർഗറ്റ് ഫോണ്ട് ദാണ്ട് കള്ളൻ ഗൈസ്, ഇതവനാണ്. നമുക്ക് എന്തായാലും വേഗം വണ്ടി എടുക്കണം. അപ്പോൾ ഗൈസ് ഇതിൽ ഞാനും അല്ല, ഇതിൽ നമ്മുടെ 2 പോലീസും ടീംസാണ്. അപ്പോൾ ഇവരെ വേറെ വണ്ടിയും പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം ഞാൻ എൻ്റെ മറ്റേ വണ്ടി എടുക്കട്ടെ. അവർ ബാക്കിൽ വരുന്നുണ്ട്, ഇതിനകത്ത് ഞാനാട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ആ ഒരു ഹമ്മർ എടുക്കണം. കാരണം ഈ ഒരു ഹമ്മർ പോലീസ് ലുക്കാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് തോന്നത്തില്ല. കണ്ടോ ഗൈസ്, നമുക്ക് വേണ്ട ടൈമിൽ ഇതിൻ്റെ നെയിമും കാര്യങ്ങളും മായ്ക്കാൻ കഴിയും. കാരണം ഇതൊരു ഡിജിറ്റലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിന്മേൽ വെച്ചിട്ടാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. ഗൈസ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2 പോലീസുകാർ ബാക്കിലൂടെ പോവും. അപ്പോൾ അവൻ മണ്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. ഒന്നില്ലെങ്കിൽ അവൻ വണ്ടിയിൽ കയറും, അല്ലെങ്കിൽ മുങ്ങിക്കളയും.
അപ്പോൾ നമുക്ക് അവനെ ഇടിച്ചിടാം. എന്തായാലും നമുക്ക് അവനെ കാട്ടാം ഗൈസ്. ഓക്കെ, നമ്മുടെ പ്ലാന് നടക്കോ ഇല്ലെന്ന് ഇപ്പോൾ കണ്ടറിയാം. അതെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കള്ളൻ മണ്ടി തുടങ്ങി ഗൈസ്. ഞാൻ അവിടെ പുറകെ വരുന്നുണ്ട്. അയ്യോ, ഇവരിതെന്താണ് ഇറങ്ങി? ഓ ഗൈസ്, അവൻ കയറി, നല്ല കയറുന്നു ഗൈസ്, അവൻ കയറി ഗൈസ്. നമ്മുടെ മിഷൻ അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. ദേ നമുക്കിനി വേഗം അവനായിട്ട് ബീച്ചിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ബീച്ചിൻ്റെ അവിടെ അവനെ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത് അവനക്കറിയില്ല ഞാൻ പോലീസാണെന്നൊന്നും അവനക്കറിയില്ല ഗൈസ്. എന്തായാലും നമ്മൾ മാസ്ക് ഇട്ട കാരണം അവനക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേ ഹായ് വാ ഗൈസ്, പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഡോറ് മൊത്തം ലോക്കാണ്, ഇവനക്ക് ഇറങ്ങാൻ കഴിയില്ല ഗൈസ്. അവനെ നേരെ നമ്മൾ അകത്താക്കി ഗൈസ്. ഇതാണ് എനിക്ക് വേൾഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കള്ളനെ മില്ലി സെക്കൻഡ് കൊണ്ട് പിടിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതാരാ? ഇവനോ?